അയോധ്യയിലെ വളരെ പ്രധാനപ്പെട്ട പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് അത് മറ്റന്നാളാണ് നടക്കുന്നത്. ഇന്ന് മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല ക്ഷേത്രത്തിലേക്ക്. പ്രതിഷ്ഠാ ചടങ്ങുകളോടനുബന്ധിച്ച് അയോധ്യയിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. ബിജെപി ഭരിക്കുന്ന കൂടുതൽ സംസ്ഥാനങ്ങൾ അവധി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പ്രാൺ പ്രതിഷ്ഠാ ദിവസം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഉച്ചവരെ അവധിയാണ്. രഞ്ജിത്ത് രാമചന്ദ്രനാണ് അയോധ്യയിൽ നിന്ന് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. അയോധ്യയിൽ ഇനി പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കാൻ 2 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. ഇന്നു മുതൽ പൊതുജനങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുണ്ടാവില്ല. സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ കൂടുതൽ ശക്തമാക്കി തുടങ്ങും. എങ്ങനെയാണ് ഇന്നത്തെ അവിടെ നിന്നുള്ള ഒരു കാഴ്ചകൾ, രാവിലെ തന്നെയുള്ള അവിടുത്തെ ഒരു വിശേഷങ്ങൾ എങ്ങനെയാണ്? Arya, very good morning from Ayodhya. അയോധ്യയിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ഇതിനൊരു 400 മീറ്റർ അപ്പുറമായിരുന്നു കഴിഞ്ഞ 8 ദിവസമായി ഞാൻ ലൈവ് നിന്നിരുന്നത്. ഇപ്പോൾ ഇവിടെ വെച്ച് ഈ സ്ഥലം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. കാരണം ഇന്നു മുതൽ പൊതുജനങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും അയോധ്യയുടെ കവാടത്തിനപ്പുറം പ്രവേശനമില്ല. പോലീസിന്റെ ശക്തമായ സാന്നിധ്യം അവിടെയുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവിടെ ജോലി ചെയ്ത ജീവനക്കാർക്ക് മാത്രമാണ് സാന്നിധ്യം. ഇപ്പോൾ തിരിച്ചു വരുന്നതായി കാണുന്നത് ഇന്നലെ രാത്രിയും മറ്റും അവിടെ കഴിഞ്ഞിരുന്ന ആളുകളെ പൂർണ്ണമായും പുറത്തേക്ക് എത്തിക്കുകയും കൂടിയാണ്. അതോടുകൂടി ഈ ഇന്നത്തെ ദിവസം മുതൽ തന്നെ പൊതുജനങ്ങൾ ഇന്ന്, നാളെ, മറ്റന്നാൾ പൊതുജനങ്ങൾക്ക് പൂർണ്ണമായും പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. അതിനുള്ള അതിശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയ പശ്ചാത്തലമാണ്. അതാണ് അയോധ്യയിലെ രാവിലത്തെ ഒരു കാഴ്ച. അതാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. പുറത്തേക്കൊന്ന് ക്യാമറ ഓടിച്ചാൽ അവിടെ നിരവധി ആളുകൾ ഇതൊന്നും അറിയാതെ ഈ ഇന്നു മുതൽ പ്രവേശനമില്ല എന്നുള്ളത് അറിയാതെ നിരവധി തവണ നൽകിയിട്ടും വിവരങ്ങൾ നൽകിയിട്ടും അറിയാതെ ഒരുപാട് പേർ ഇവിടെ വന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നവരുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരുണ്ട്, ഈ പ്രാദേശികമായ ആൾക്കാരുണ്ട്, രാവിലെ ക്ഷേത്ര ദർശനത്തിന് എത്തുന്ന നിരവധി ആളുകളുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണ ഉണ്ടായില്ല. ഇത് अंदर के लिए आया? एक्चुअली मैं 24 नवंबर घर से निकाला था और अयोध्या आया था। 6 दिसंबर हम लोग बाबरी तोड़ा है। उसका बाद मैं फिर दोबारा आया बाबरी ओपनिंग के लिए। आज से प्रवेश नहीं है अंदर? हाँ, अंदर आने के लिए आया? नेपाल से आए हम, नेपाल से। जय श्री राम। नेपाल से अंदर जाने के लिए आया? अंदर जाने के लिए क्या बताया पुलिस लोग? अभी बताया कि 22 तारीख तक बंद है, 23 तारीख से खुलेगा। उसके बाद जो है आप लोग दर्शन करने आ सकते हैं। जब तक दर्शन नहीं होगा हम नहीं जाएंगे, इधर ठहरेंगे, इधर से रहेंगे। जय श्री राम, जय श्री राम। हम लोग भागलपुर बिहार से आए हैं और यहाँ पर जो है बाबा को जब तक दर्शन होगा तभी हम लोग वापस लौटेंगे। 10 दिन तो कम से कम रुकना पड़ेगा। हाँ, 3 दिन रुकना चाहिए। नहीं 3 दिन से नहीं पेट भरेगा। ना इतना दूर से आए हैं, कम से कम थोड़ा बहुत तो घूम फिर के पूरा दुनिया घूमना पड़ेगा ना, देखना पड़ेगा कि हमारे राम भगवान का घर द्वार कैसा है, कैसे है राम भगवान और सब कैसे हैं, देव मुनि, ऋषि मुनि, महात्मा, सबको दर्शन करना पड़ेगा ना। 3 दिन में किसका किसका दर्शन करेंगे? अच्छा। हाँ। हम लोग का बहुत अंदर से गदगद है कि प्रभु श्री राम पधार गए हैं और अयोध्या जगमग हो गया है। उसमें तरह तरह के विकास हो गया है। क्या बोलते हैं, हवाई अड्डा बन गया, स्टेशन इतने सुंदर बन गए, रोड बन गए, आने की जगह नहीं था। 1990 में हम लोग आए थे देखने के लिए, तो कहीं कुछ नहीं था। अभी तो आनंद से विभूत लगता है। बुझा रहा कि अयोध्या में स्वयं रामराज आगे का स्वर्ग आगे इंद्रासन जैसे लग रहा है यहाँ। आप लोग खगड़िया जिला के अंदर गया? नहीं, अंदर नहीं गए हैं। बोल दिया पुलिस वाला? अभी नहीं बोला कुछ नहीं, अभी तो यही जे उसके बाद देंगे। 22 के बाद? 22 के बाद बोला है। तो हम लोग भी हैं, देखते हैं, बाहर घूमेंगे, तब तक 1-2 दिन रहेंगे। अभी सिर्फ उस राम को दर्शन करने के बाद जाएगा? हाँ, उसके बाद जाएंगे। 2 दिन और लंगर का व्यवस्था है, खाएंगे पिएंगे, बाहर घूमेंगे। अंदर नहीं जाने देंगे तो कोई बात नहीं है। അതായത് ഈ ഒരുപാട് ആളുകൾ അറിയാതെ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്ന നിരവധി ആളുകളുണ്ട്. അവർക്കൊന്നും അകത്തേക്ക് പ്രവേശനമില്ല. അവരെയൊക്കെ പൂർണ്ണമായും പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. അവരൊക്കെ പറയുന്നത് പക്ഷേ അവർ ഇവിടുന്ന് ഉടനെ തിരിച്ചു പോവില്ല. തിരിച്ചു പോകാതെ തന്നെ ഈ 22-ലെ ചടങ്ങുകൾക്ക് ശേഷം 23-ന് ദർശനമുണ്ടാകും. 23-ന് ശേഷം ഇവിടെ 23 വരെ താമസിച്ച് ദർശനം നടത്തിയ ശേഷം മാത്രം മടങ്ങും എന്നാണ് അവരൊക്കെ പറയുന്നത്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഇത്രയധികം ആളുകൾ എത്തിയപ്പോൾ കുറെ കഴിയുമ്പോൾ ഇവരുടെ എണ്ണം കൂടും. അവരെയൊക്കെ ഈ അയോധ്യ നഗരത്തിൽ ഉൾക്കൊള്ളാവുന്നതിന് അപ്പുറത്തുള്ള ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെ ആയിരുന്നു. അങ്ങനെ രാമക്ഷേത്രം 22
ചടങ്ങ് അത് അതിഗംഭീരമായി ആഘോഷിക്കുകയാണ് അയോധ്യ എന്നുള്ളതാണ്. അതിന് ഈ ഭാഷ സംസ്ഥാന വ്യത്യാസങ്ങളില്ല, ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും വലിയ ആഘോഷത്തോടു കൂടി ഇത് കൊണ്ടു നടക്കുകയും ചെയ്യുന്നു. ഇന്നലെ രാംലല്ല മൂർത്തിയുടെ ബാലനായ രാമൻ എന്നാണ് അതിന്റെ സങ്കല്പം, അതിന്റെ രൂപം പുറത്തു വന്നിരുന്നു. അവിടെ അയോധ്യയിൽ ഉത്സവാന്തരീക്ഷത്തിൽ തന്നെയാണ് പുറത്തു വന്നത്. ഗർഭഗൃഹത്തിൽ സ്ഥാപിച്ച 51 ഇഞ്ച് പൊക്കമുള്ള ഏതാണ്ട് 1.5 ടണ്ണിന് മുകളിൽ ഭാരമുള്ള രാംലല്ലയുടെ അത് കൊത്തിയെടുത്തത് മൈസൂരുവിലെ ശില്പി അരുൺ യോഗിരാജാണ്. കൃഷ്ണശില വിഗ്രഹത്തിൽ കൊത്തിയെടുത്ത ഒന്നാണ് അത് ഈ പറഞ്ഞതുപോലെ ശില്പം രഹസ്യ വോട്ടിലൂടെയാണ് തെരഞ്ഞെടുത്തത് നമുക്ക് അറിയാം. ശില്പത്തിന്റെ ഇടത് കൈയിൽ വില്ലും വലത് കൈയിൽ അമ്പും കാണാം. ഓം, ചക്രം, ഗദ, സ്വസ്തിക് രൂപങ്ങൾ അലങ്കാരമായി ശില്പത്തിന് ചുറ്റുമുണ്ട്. ചിത്രം പുറത്തു വന്നയുടൻ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലായതുകൊണ്ട് നമ്മൾ കണ്ടതാണ്. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടി ഇന്നലെ നവഗ്രഹ പൂജയാണ് നടന്നത്. സരയൂ നദിയുടെ ജലം കൊണ്ട ഗർഭഗൃഹം ഇന്നത്തെ പ്രധാന ചടങ്ങതാണ്. സരയൂ നദിയുടെ കരയിൽ വന്ന് ഗർഭഗൃഹം ഇന്ന് പൂർണ്ണമായും കഴുകി വൃത്തിയാക്കുന്ന ഒരു ചടങ്ങ്. അങ്ങനെ ഓരോ ദിവസവും ഓരോരോ ചടങ്ങുകൾ ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. आप लोग किधर से आए हैं? राजस्थान से हैं हम लोग। क्या बोल दिया? अभी 23 तारीख से दर्शन होंगे, आज से बंद हो गया है दर्शन। 22 तारीख तक बंद है। 3 दिन से बंद है। पहले नहीं मालूम था? नहीं, कल तक हम लोग दर्शन करके गए हैं, कल शाम तक दर्शन रहे हैं। यहाँ से हम लोगों ने कंटिन्यू दर्शन कर रहे हैं। अगर दर्शन चालू रहेंगे तो आपको मिलेंगे दर्शन करने। एक बार और दर्शन करके वापस जाएगा। हाँ एकदम मन में इच्छा है यदि 23 को करने देंगे तो। 23 को होगा तो बहुत अच्छी बात है। राजस्थान से है दीदी? हम लोग राजस्थान से हैं, मैं दिल्ली रहती हूँ और यहाँ हम लोग 12 तारीख से हैं। और जो रामभद्राचार्य जी गुरु जी का जो हवन चल रहा है, हम लोग उसमें यजमान बने हैं। इतनी सुंदर व्यवस्था और डेली हम रामलला के दर्शन कर रहे हैं। एक दिन हमने सुबह मंगला आरती के भी दर्शन किए। जो आनंद मिल रहा है वो आनंद हम सोच नहीं पाए थे कि इतना आनंद हमें मिलेगा। जो आनंद हमें प्रभु की कृपा से मिल रहा है और सारी व्यवस्थाएं बहुत अच्छी है और सभी लोग बहुत कोऑपरेट कर रहे हैं और सभी लोगों को एक उत्साह है मन में कि आज रामलला पधार रहे हैं और रामलला के दर्शन हम करेंगे। तो सभी के लिए जय जय श्री राम। जय श्री राम, जय श्री राम। ഈ അയോധ്യയിൽ യോഗി ആദിത്യനാഥ് ഇന്നലെ എത്തിയിരുന്നു. അദ്ദേഹം ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരെ കണ്ടു. അതോടൊപ്പം പ്രധാനപ്പെട്ട മന്ത്രിമാരടക്കമുണ്ടായിരുന്നു. വലിയ ഏറ്റവും അവസാനത്തെ വിലയിരുത്തൽ 11 ദിവസങ്ങളുടെ 3ാം തവണയാണ് യോഗി ഇവിടെ എത്തി ഒരു അന്തിമ വിലയിരുത്തൽ നടത്തുന്നത്. അവസാന വിലയിരുത്തൽ ഇന്നലെ നടത്തി. ഇവിടെ എത്തി യോഗി ആദ്യം രാംപഥിൽ നിന്ന് നേരെ ഹനുമാൻ കോവിലെത്തി. അതിനുശേഷമാണ് ഇവിടെ എത്തി കാര്യങ്ങൾ വിലയിരുത്തിയത്. യോഗി വരും ദിവസങ്ങളിൽ നാളെ മുതൽ ഇവിടെ ഉണ്ടാകും. കാരണം നാളെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ ഇവിടെ എത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് ഉത്തർപ്രദേശ് അന്ന് ഈ സുപ്രീം കോടതിയുടെ രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുമതി നൽകിയ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിലെ ജഡ്ജിമാരെ കൂടി ഇപ്പോൾ ഈ ചടങ്ങിന് ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സുപ്രീം കോടതിയിൽ 5 അംഗ ഭരണഘടനാ ബെഞ്ചിൽ ഉണ്ടായിരുന്ന മുൻ ചീഫ് ജസ്റ്റിസുമാരായ രഞ്ജൻ ഗൊഗോയ്, എസ്.എ. ബോബ്ഡെ, ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, റിട്ടയർഡ് ജഡ്ജിമാരായ അശോക് ഭൂഷൺ, എസ്. അബ്ദുൽ നസീർ എന്നിവരാണ് ഈ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ഇവരെ കൂടി ക്ഷണിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവർ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തമായിട്ടില്ല. മറ്റൊന്ന്, ഈ പ്രാൺ പ്രതിഷ്ഠ ചടങ്ങിൽ 700ഓളം പ്രമുഖ വ്യക്തികൾ ഉണ്ടാകും എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. 700ഓളം പ്രമുഖ വ്യക്തികൾ VIP-കൾ പങ്കെടുക്കും. അവരെ പലരും ഇപ്പോൾ ഇന്ന് ലക്നൌവിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെയും ഇന്നുമൊക്കെയായി ലക്നൌവിലെത്തി അവിടെ താമസിച്ചതിന് ശേഷം 21-ന് ഉച്ചയ്ക്ക് ശേഷമാകും അവരെ ഇങ്ങോട്ടേക്ക് ഈ പ്രമുഖരായ ആൾക്കാരിൽ അതിൽ 2000-ന് 3000-ന് അടുത്ത ആളുകൾ പ്രധാനപ്പെട്ട യോഗി വര്യന്മാരും സിനിമാ താരങ്ങളും വിവിധ സംസ്ഥാനങ്ങളിലെ സിനിമാ താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ആയിരിക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ എല്ലാ ചടങ്ങുകളും അതിന്റെ അന്തിമ ഘട്ടത്തിലാണിപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ചില വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകണം. ഈ വാർത്തകളുടെ ഒരു പ്രധാനപ്പെട്ട ഒന്ന്, അയോധ്യയിൽ ശ്രീരാമന്റെ ഐതിഹാസികമായ കഥ, രാമകഥ, ജീവിതകഥ കോർത്തുനീക്കൊണ്ടുള്ള ഒരു വാക്സ് മ്യൂസിയം ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ശ്രീരാമന്റെ ജന്മം മുതലുള്ള ജീവിതയാത്രയാണ് ഈ വാക്സ് മ്യൂസിയത്തിലൂടെ 2.5 ഏക്കറിൽ ഒരുങ്ങുന്ന വാക്സ് മ്യൂസിയത്തിലുള്ളത്. ഉത്തർപ്രദേശ് സർക്കാരുമായി സഹകരിച്ച് ഒരു മലയാളിയാണ് ഈ വാക്സ് മ്യൂസിയത്തിന് പിന്നിൽ. ആ വാർത്തയിലേക്ക് ഒന്ന് പോകാം. അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുന്നതിന് പിന്നാലെ രാമകഥ പറയുന്ന വലിയൊരു മെഴുക് മ്യൂസിയം കൂടി അയോധ്യയിൽ ഉണ്ടാവുകയാണ്. അത് 2.5 ഏക്കർ സ്ഥലത്ത്, വിശാലമായ സ്ഥലത്താണ് ഈ മെഴുക് മ്യൂസിയം സംഭവിക്കുന്നത്. അതിന് പിന്നിലുള്ള ഒരു അഭിമാനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാരനായ മലയാളിയായ ശ്രീ സുനിൽ കണ്ടല്ലൂരാണ് ഇതിന്റെ പിറകിൽ എന്നുള്ളതാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും അതിന്റെ നിർമ്മാണ പുരോഗതിയും ഒക്കെ പങ്കുവെക്കാൻ വലിയ അഭിമാനമുണ്ട്. ഒരു മലയാളി അയോധ്യയിൽ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്നു, ഒപ്പം ഒരു മ്യൂസിയത്തിന് തുടക്കം കുറിക്കുന്നു. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? ജയ് ശ്രീറാം. ഞാനിപ്പോൾ നിൽക്കുന്നത് അയോധ്യ നഗരിയിലാണ്. നമ്മുടെ ബാക്കിൽ
ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ ശ്രീരാമക്ഷേത്രമാണ്. ഇവിടെ നിന്ന് നടന്നു പോകുന്ന ഡിസ്റ്റൻസിലാണ് നമ്മളിപ്പം ഏറ്റവും മെയിൻ ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. ആക്ച്വലി ഇതൊരു എന്റെ അഭിമാന പ്രോജക്റ്റാണ്, എന്റെ ഡ്രീം പ്രോജക്റ്റ്. ഒരുപാട് മ്യൂസിയം ചെയ്ത് പ്രശസ്തനാണ് പല സ്ഥലങ്ങളിലും. 3 മ്യൂസിയങ്ങളുണ്ട്. ട്രിവാൻഡ്രത്ത് ഉണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തെക്കേനാടിൽ നമുക്ക് മ്യൂസിയം ഉണ്ട്. പിന്നെ അതിനുശേഷം മഹാരാഷ്ട്രയിലെ ലോണാവല എന്ന സ്ഥലത്തിൽ അവിടെയാണ് നമുക്ക് മെയിൻ മ്യൂസിയം ഉള്ളത്. 100ഓളം വാക്സ് മോഡലുണ്ട്, വലിയ മ്യൂസിയമാണ്. പിന്നെ നിയർ ഗോവയിൽ 3 മ്യൂസിയങ്ങളും. പിന്നെ ഇതിപ്പോൾ ഒരു ഡ്രീം പ്രോജക്റ്റാണ്, കാരണം ഒരു വേൾഡ് അട്രാക്ഷൻ ആകാൻ പോകുന്ന ഒരു സെന്ററിലാണ് നിൽക്കുന്നത്. ആക്ച്വലി ഇത് UP ഗവൺമെന്റിന്റെ ഒരു ടെൻഡറായിരുന്നു. വാക്സ് മ്യൂസിയം, രാമകഥ പറയുന്ന രാമായണ വാക്സ് മ്യൂസിയം ഇങ്ങോട്ട് വന്നൊരു പ്രപ്പോസലാണല്ലേ? ഇങ്ങോട്ട് വന്ന പ്രപ്പോസലാണ്. അപ്പോൾ അതിന് എക്സ്പെർട്ടുകളെ അന്വേഷിച്ചുകൊണ്ട് അവർ ടെൻഡർ ഇട്ടു. ടെൻഡറിൽ ഞാൻ പങ്കെടുത്തു. പക്ഷെ ഞാൻ മാത്രമുള്ളായിരുന്നു ടെൻഡറിൽ. ആദ്യത്തെ ടെൻഡർ ഇപ്പോൾ ഒരു പ്രാവശ്യം ടെൻഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് നേരിട്ട് തരാൻ പറ്റില്ല ഗവൺമെന്റിന്. പിന്നെ വീണ്ടും ടെൻഡർ ഇട്ടു. അപ്പോഴും ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവർ എല്ലാ പേപ്പർ വർക്കുകളും ചെയ്ത് ഒരു 1.5 മാസത്തെ പേപ്പർ വർക്കിന് ശേഷം നമുക്ക് ലാൻഡ് ഹാൻഡ് ഓവർ ചെയ്തു. 2.5 ഏക്കർ സ്ഥലമുണ്ട്. ഇത് ഭയങ്കര വില വരുന്ന സ്ഥലമാണിത്. രാമായണ നമ്മുടെ രാമക്ഷേത്രത്തിന് വളരെ അടുത്താണ്. ഇവിടുത്തെ ഒരു ലാൻഡ് വാല്യൂ ഒക്കെ മാറിയ പശ്ചാത്തലം കൂടി റോഡുണ്ട്. ഇതുവഴി പോയാൽ 1 കിലോമീറ്റർ നടന്നായ പോകാൻ പറ്റൂ ഇതുവഴി. അപ്പം ഇതാണ് മെയിൻ ബിൽഡിംഗ്. ഇതിനകത്ത് നമുക്ക് 10,000 സ്ക്വയർ ഫീറ്റോളം ഗ്രൗണ്ട് ഫ്ലോർ വരും. ഒരു ഫ്ലോറൂടെ വരും. സെക്കൻഡ് ഫ്ലോർ സെക്കൻഡ് സ്റ്റേജിലേക്ക് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ശ്രീകൃഷ്ണന്റെ കൃഷ്ണഗാഥയും വരുന്നുണ്ട്. അപ്പം ദൈവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ പുരാണ കഥകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളുമായിരിക്കും ഇവിടെ. രാമായണ കഥ മുഴുവൻ പറയുന്ന ഒരു മ്യൂസിയമാണോ ഉദ്ദേശിക്കുന്നത്? രാമകഥ മുഴുവനും പറയാൻ നമുക്ക് പറ്റത്തില്ല. രാമന്റെ കഥയിലെ രാമായണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതിലെ മെയിൻ സീക്വൻസ് അപ്പം രാമന്റെ കുട്ടിക്കാലം കുറച്ച് കാണിക്കാൻ പറ്റും. പിന്നെ രാമന്റെ എന്താ പറയുന്നത് സീതാ സ്വയംവരം നല്ലൊരു സീനായിട്ട് കാണിക്കും. പിന്നെ അവർ വനവാസത്തിന് പോകുന്നതും യുദ്ധം നടക്കുന്നതും ജടായും രാവണനുമായിട്ടുള്ള യുദ്ധം നടക്കുന്നതും അവർ ശ്രീലങ്കയിൽ കടക്കാനുള്ള രാമസേതു പണിയുന്നതും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ മ്യൂസിയത്തിൽ വരും. പിന്നെ ഇതിന്റെ അപ്പുറത്തെ പോർഷൻ എന്ന് പറയുന്നത് രാംജിക്ക് വനവാസ് എന്നും പറഞ്ഞൊരു വലിയൊരു വനം. അതായത് രാമനും സീതയും ലക്ഷ്മണനും കൂടെ വനവാസത്തിന് തുടങ്ങുന്ന ഒരു സമയം വനത്തിലൊക്കെ എൻട്രി ചെയ്യുന്ന ഇതൊരു വലിയ ഒരു 30,000 സ്ക്വയർ ഫീറ്റ് സ്ഥലത്തോളം നമുക്ക് ഒരു ഇൻഡോർ വനമാണ് നമ്മൾ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇല്ല, ഒരു ഇൻഡോർ വനം. അപ്പോൾ രാമനും സീതയും നടന്നു പോകുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള കുടിലുകളും നദികളും അരുവിയും വെള്ളച്ചാട്ടങ്ങളും എല്ലാം നമ്മൾക്ക് ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരാം. അങ്ങനെ ഒരു പ്രോജക്റ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു നല്ല ഒരു പാക്കേജ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. എത്ര നാളുകൊണ്ട് നിർമ്മാണം പൂർത്തിയാകാൻ ഉദ്ദേശിക്കുന്നത്? മ്യൂസിയം ഏതാണ്ട് നമ്മൾ ഒരു 4 മാസത്തിനുള്ളിൽ മ്യൂസിയം സ്റ്റാർട്ട് ചെയ്യും. അടുത്ത പ്രോജക്റ്റാണ് ഇത് വലിയ പ്രോജക്റ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മലയാളി എന്ന രീതിയിൽ നമുക്കൊരു നല്ല ഫുഡ് കൾച്ചറുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നോർത്ത് ഇന്ത്യൻസിനെല്ലാം കൂടുതൽ കാണാൻ വരിക ഒരു പക്ഷേ അല്ലല്ല മലയാളികളല്ല, കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും വരുന്നത്. കാരണം രാമഭക്തർ എന്ന് വെച്ചാൽ നമ്മളെക്കാൾ കൂടുതൽ അവരാണ് രാമഭക്തർ. ഏത് ഭക്തിയായാലും അവരാണ് ഭക്തർ. നമ്മളെല്ലാം അതിനകത്ത് പൊളിറ്റിക്സ് മിക്സ് ചെയ്താണ് നമുക്കെല്ലാം ഭക്തി ഉണ്ടാകുന്നത്. നമ്മുടെ ഭക്തി പൊളിറ്റിക്കൽ മിക്സ്ഡാണ്. ഇവിടെ പൊളിറ്റിക്സ് അല്ല, ഇവിടെ ഭക്തിക്കകത്താണ് പിന്നെയാണ് പൊളിറ്റിക്സ് വരുന്നത്. അപ്പോൾ നമ്മുടെ അനുഭവമാണ്. അപ്പം നമ്മുടെ ഒരു ഫുഡ് കൾച്ചർ നമ്മളിവിടെ ഷോക്കേസ് ചെയ്യാൻ പ്ലാനുണ്ട്. സൗത്ത് ഇന്ത്യൻ ഫുഡ് ടേസ്റ്റി, കഞ്ഞി കപ്പ തൊട്ട് എല്ലാം ഉണ്ടാവും. ഒരു വലിയൊരു റെസ്റ്റോറൻറ്റ് ആ ഭയത്ത് വരും. പിന്നെ അത്യാവശ്യം വേറെ കുറേ നമുക്ക് അത്യാവശ്യം വരുന്നവർക്ക് നല്ല ഒരു താമസിക്കാനുള്ള ഒരു സൗകര്യം, ഒരു VIP ട്രീറ്റ്മെന്റിൽ നമ്മൾ ഇതെല്ലാം. അപ്പോൾ ഇതിനുള്ള എല്ലാം പെർമിഷനും നമുക്ക് ഗവൺമെന്റ് തന്നിട്ടുണ്ട്. ഇതിന്റെ വലിയൊരു തുക മുടക്കുന്ന ഒരു സംവിധാനം അത് സർക്കാരാണോ അതിന്റെ ഒരു? ഇല്ല, സർക്കാർ ഇത് PPP പ്രോജക്റ്റാണ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. അപ്പോൾ അവർ ലാൻഡ് തന്നിട്ടേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ചെയ്യണം. അപ്പം നമുക്ക് മനസ്സുണ്ടെങ്കിൽ ഇതെല്ലാം നടക്കും. കാരണം എൻ്റെ 25 ഇയേഴ്സിലെ ഒരു ജേർണിയിൽ നമുക്ക് ഉണ്ടായ ഒരു അനുഭവമാണ്. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യും. എല്ലാ ആശംസകളും. ഇത്ര വലിയൊരു അഭിമാനം മലയാളി എന്ന രീതിയിൽ നമുക്കുണ്ട്. എന്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അയോധ്യയിലെത്തി 3 ദിവസമായി മലയാളത്തിൽ ഇന്റർവ്യൂ എടുക്കാൻ സാധിച്ചു എന്നുള്ളൊരു വലിയ സന്തോഷമാണ്. കാരണം നമ്മൾ കണ്ടവരും സംസാരിച്ചവരൊക്കെ മറ്റു ഭാഷക്കാരായിരുന്നു എന്നുള്ളതാണ്. സുല്ലിയേട്ടനും പ്രശാന്ത് മംഗലശ്ശേരിക്കുമൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ, അയോധ്യ.
സുനിൽ കണ്ടല്ലൂർ, അദ്ദേഹം കായംകുളം സ്വദേശിയാണ്. കായംകുളം കണ്ടല്ലൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ നിരവധി മ്യൂസിയങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഇവിടെ അയോധ്യയിലും അദ്ദേഹം ഒരു മ്യൂസിയം പണിയുന്നു എന്നുള്ളത് സ്വാഭാവികമായും ഒരു മലയാളി എന്ന നിലയിൽ അഭിമാനിക്കേണ്ട കാര്യം തന്നെയാണ്. അങ്ങനെ എല്ലാ തരത്തിലും ചില മലയാളികളുടെയൊക്കെ സാന്നിധ്യം, നമ്മൾ ഇന്നലെ KK നായരുടെ കാര്യം പറഞ്ഞിരുന്നു, KK മുഹമ്മദിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ സുനിൽ കണ്ടല്ലൂർ മാത്രത്തിൽ അയോധ്യയിൽ ഒരു മ്യൂസിയത്തിലൂടെ ഒരു മലയാളി സാന്നിധ്യം ഇവിടെ അറിയിക്കുകയാണ് എന്നുള്ളതാണ്. അങ്ങനെ നമുക്കറിയാം, നാളെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തുക. നരേന്ദ്രമോദി നാളെ എത്തുന്നു. അതിനുശേഷം അദ്ദേഹം മറ്റന്നാൾ രാവിലെ ഇവിടെ സരയൂ നദിയിൽ സ്നാനം നടത്തി അവിടെ നിന്ന് 2 കിലോമീറ്റർ നടന്നാണ്, ഈ രാംപഥിലൂടെ 2 കിലോമീറ്റർ നടന്നാണ് ഈ രാമക്ഷേത്രത്തിലേക്ക് എത്തുക എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇന്ന് ചില പ്രധാനപ്പെട്ട പൂജ ചടങ്ങുകളുണ്ട്. നമുക്കറിയാം, നരേന്ദ്രമോദി അടക്കം കുറച്ചാളുകൾക്ക് മാത്രമാണ് ആ ദിവസം അവിടേക്ക് പ്രവേശനമുള്ളത്, ഈ ശ്രീകോവിലേക്ക് പ്രവേശനമുള്ളത്. അതിനുശേഷം നാളെ ഞാൻ നേരത്തെ പറഞ്ഞ 7000-ഓളം അതിഥികളെ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികം വരും ദിവസങ്ങളിൽ 23-ന് ശേഷമുള്ള ഒരു മാറ്റം കൂടി അനുസരിച്ചാകും അയോധ്യയുടെ ഇനിയുള്ള യാത്രകൾ. കാരണം 1 ലക്ഷത്തോളം ആളുകളെ ദിനം പ്രതി പ്രതീക്ഷിക്കുന്ന തരത്തിലാണ് അയോധ്യയിലെ ബിസിനസ് സംവിധാനങ്ങൾ വളർന്നു വരുന്നത്. നമുക്ക് ആ ഒരു വാർത്തയിലേക്ക് കൂടി പോകണം. രാജ്യത്തെ ആദ്യ വാസ്തു അധിഷ്ഠിത ടൗൺഷിപ്പ് കൂടിയായി അയോധ്യ മാറുകയാണ്. ഇവിടെ വൻകിട ബിസിനസ് ഗ്രൂപ്പുകളും ബാങ്കുകളും അടക്കം ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മുൻനിര വ്യവസായ ഗ്രൂപ്പുകളെല്ലാം, ഇന്ത്യയിലെ ഏതാണ്ട് മുൻനിര വ്യവസായ ഗ്രൂപ്പുകളെല്ലാം തന്നെ വൻകിട പദ്ധതികളാണ് അയോധ്യയിൽ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. രാജ്യത്തെ ആദ്യ വാസ്തു അധിഷ്ഠിത ടൗൺഷിപ്പ് ഒരുങ്ങുന്നത് 1100 ഏക്കറിലാണ്. ഇതിനായി സർക്കാർ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞു. ന്യൂ അയോധ്യ എന്നാകും ടൗൺഷിപ്പ് അറിയപ്പെടുക. ഹോട്ടലുകളും ഹൗസിംഗ് കോളനികളും ഇവിടെ ഒരുങ്ങും. കൂടാതെ രാജ്യത്തെ പ്രമുഖ ബാങ്കുകളും വാണിജ്യ സ്ഥാപനങ്ങളും ശാഖകൾ തുറക്കും. HDFC 2 ശാഖകളും കർണാടക ബാങ്കും ആക്സിസ് ബാങ്കും കൂടുതൽ ശാഖകളും ആരംഭിക്കും. അയോധ്യയിൽ നിലവിൽ തന്നെ 250ഓളം ബാങ്ക് ശാഖകളുണ്ട്. രാമക്ഷേത്ര ഉദ്ഘാടനം കഴിയുന്നതോടെ രാജ്യത്തെ ഏറ്റവും വലിയ തീർത്ഥാടന നഗരമായി അയോധ്യ വളരും. പ്രതിദിനം 1 ലക്ഷത്തിനടുത്ത് ജനങ്ങളെ പ്രതീക്ഷിക്കുന്നു. അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യ വികസനമാണ് ഒരുങ്ങുന്നത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള നിരവധി പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. താജ്, റാഡിസൺ തുടങ്ങിയ വൻ ഗ്രൂപ്പുകൾ അയോധ്യയിൽ 5 സ്റ്റാർ പ്രോജക്റ്റുകൾ ആരംഭിച്ചു കഴിഞ്ഞു. സസ്യാഹാരം മാത്രം വിളമ്പുന്ന ആദ്യ 7 സ്റ്റാർ ഹോട്ടൽ മുംബൈ ആസ്ഥാനമായ വൻകിട കമ്പനി അയോധ്യയിൽ തുടക്കം കുറിച്ചു. സരയുവിന്റെ തീരത്ത് 110 ഹോട്ടലുകളാണ് നിർമ്മാണം ആരംഭിക്കുന്നത്. അയോധ്യ ഡെസ്ക്, ന്യൂസ് 18. രാമമന്ത്രങ്ങൾ ഉയരുന്ന അയോധ്യ. രാംലല്ല അനുഗ്രഹീതമാക്കിയ പുണ്യഭൂമി. കാഷായമണിഞ്ഞ് വിശ്വാസ വഴികൾ. നൂറ്റാണ്ടുകളുടെ സ്വപ്ന സാഫല്യം. ലോകം കാത്തിരിക്കുന്ന മഹനീയ ദിനം. അയോധ്യ ഉത്സവാഘോഷത്തിൽ. അയോധ്യയിൽ നിന്ന് തത്സമയ റിപ്പോർട്ടുകൾ. പ്രാൺ പ്രതിഷ്ഠ. ചടങ്ങുകളും അയോധ്യാപുരിയിലെ വിശേഷങ്ങളും സമഗ്രമായി ന്യൂസ് 18-ൽ മാത്രം. ന്യൂസ് 18 കേരളം, മലയാളത്തിന്റെ ദേശീയ ചാനൽ. അങ്ങനെ അയോധ്യയിലേക്ക്, ഈ ക്ഷേത്രത്തിലേക്കാണ് അയോധ്യ എന്ന ചെറിയ ഗ്രാമം ഒരു വലിയ പട്ടണമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു ടൗൺഷിപ്പായി വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെറിയ ഗ്രാമത്തിന്റെ വഴികളെല്ലാം അയോധ്യയിലേക്കാണ്, അയോധ്യ ക്ഷേത്രത്തിലേക്കാണ്. ഇന്നു മുതൽ നമുക്കറിയാം ഇവിടേക്ക് ആളുകൾക്ക് പ്രവേശനമില്ല. 23 മുതലാണ് ഇനി ആളുകൾ കൂടുതലായി പ്രവേശനത്തിലേക്ക് വരിക. കഹാസേ? मैंगलोर। यस सर। नहीं, अंदर जाने का है अभी। आज नहीं जाएगा अंदर? आज से मना है। पता करते हैं। करेगा आप? करेंगे सर, भगवान का कृपा है। मैंगलोर से आए, फूल सब लेकर आए हैं, जाता है। 22 के बाद इधर होगा? हाँ, 22 के बाद हम इधर ही है। यस सर, धन्यवाद. അങ്ങനെ ഈ ബാംഗ്ലൂരിൽ നിന്ന് വന്നവരൊക്കെയാണ്, അവരൊക്കെ ഭഗവാനെ കാണാനായുള്ള ഒരു പ്രതീക്ഷയിൽ വന്നവരാണ്. പക്ഷേ 21 മുതൽ ഇന്നു മുതൽ ദർശനമില്ല എന്ന് അറിഞ്ഞ് അത് 23 വരെ ഇവിടെ നിന്ന് കണ്ടു മടങ്ങാൻ ആഗ്രഹിക്കുന്നവരുമൊക്കെ ഉണ്ട്. അങ്ങനെ
അയോധ്യയുടെ ഒരു മുഖച്ഛായ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വലിയ തോതിൽ മാറുന്ന ഒരു സാഹചര്യം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കണം. ഒരു വലിയ ടൗൺഷിപ്പ്, ആ വാർത്തയിൽ പറഞ്ഞ പോലെ ഒരു വലിയ ടൗൺഷിപ്പായി അയോധ്യ മാറുന്നു, ഒരു വലിയ തീർത്ഥാടന നഗരമായി അയോധ്യ മാറുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അതനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു. അത് സർക്കാരും രാജ്യത്തെ പല പ്രധാന സ്വകാര്യ സംരംഭകരും ചേർന്നുള്ള വിവിധ പ്രോജക്റ്റുകൾക്ക് ഇവിടെ തുടക്കം കുറിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്നു മുതൽ വലിയ കടുത്ത നിയന്ത്രണങ്ങൾ അയോധ്യയിലുണ്ട്. ഇതിനപ്പുറത്തേക്ക് ആളുകളെ കയറ്റിവിടില്ല എന്നുള്ളതാണ്. आज से मना है अंदर दर्शन? जी आज से एंट्री मना है जी, 23 को ही सब जा सके, मतलब वीआईपी तो बहन जाएंगे 22 तारीख के बाद में, 23 से जाएंगे लोग। वीआईपी एंट्रेंस नहीं, जब जिनको पास अवेलेबल है, बाकी मैम है हमारी सीनियर। नहीं आज मना है। स्ट्रिक्ट होगा आज से जी स्ट्रिक्ट होगा, अंदर कोई इसको नहीं, पब्लिक नहीं जा सकती आज, हम लोग को यही इंस्ट्रक्शन है। जी सर, പോലീസൊക്കെ വലിയ കനത്ത സുരക്ഷയിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലൊന്ന് പോണം. കാരണം ഇന്നലെ വലിയ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച അയോധ്യ കൂടി പ്രേക്ഷകരെ ഒന്ന് കാണിക്കണം. ഇവിടെ നിന്ന് അങ്ങോട്ട് പൂമാലകൾ കൊണ്ട് അലങ്കരിച്ച അയോധ്യയുടെ മുഖമാണ്. ആ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ വരെ ഇത്ര വലിയ തോതിലുള്ള വലിയ നീളമുള്ള പൂമാലകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അയോധ്യ നഗരമൊട്ടാകെ വർണ്ണാഭമാണ്. ദീപപ്രഭയിൽ കിടക്കുന്ന അയോധ്യ നമ്മൾ കണ്ടു. ഒപ്പം ഈ ക്ഷേത്രവും പരിസരവും ഒക്കെ വലിയ തോതിൽ ഇത്തരത്തിൽ അലങ്കരിച്ചു കഴിഞ്ഞു. തൊട്ടിപ്പുറത്ത് കാണുന്ന ദൃശ്യങ്ങൾ ഇന്നലെ വന്ന പുതിയ ഈ റിക്ഷകൾ പോലെയുള്ള സംവിധാനങ്ങളാണ്. നമ്മുടെ ഈ ആളുകളെ VIP-കൾ വന്നാലും ഈ നടക്കാൻ സാധിക്കാത്ത ആളുകൾ വന്നാലും ഒക്കെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ഇതുപോലത്തെ ഇപ്പോൾ 5 എണ്ണം നമുക്കിവിടെ കാണാം. ഇനിയും നിരവധി ഇത്തരം വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമെന്നുള്ളതാണ്. അങ്ങനെ എല്ലാ തരത്തിലുള്ള പൂർണ്ണമായും മുഖച്ഛായ മാറ്റിയുള്ള അയോധ്യയാകും ഇനി 22-ന് ശേഷം സംഭവിക്കുക എന്നുള്ളതാണ്. VIP ഗസ്റ്റുകളായി ഇവിടെ എത്തിച്ചേരുന്നത് അന്ന് ആനന്ദിബെൻ പട്ടേൽ UP-യുടെ ഗവർണർ ഉണ്ടാകും, യോഗി ആദിത്യനാഥ് UP-യുടെ പ്രധാനമന്ത്രി ഉണ്ടാകും, ഒപ്പം ഇവിടുത്തെ RSന്റെ സർവ്വസംഘചാലക മോഹൻ ഭാഗവത് ഉണ്ടാകും, ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അങ്ങനെ 4 പേർ, ഒപ്പം ഇവിടുത്തെ ഈ ക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രസിഡന്റ്, മുഖ്യ പുരോഹിതൻ, അങ്ങനെ 6 പേർ മാത്രമാണ് ഈ പ്രാൺ പ്രതിഷ്ഠാ സമയത്ത് ഇവിടെ ഉണ്ടാവുക, ഈ ശ്രീകോവിലിൽ ഉണ്ടാവുക. മറ്റേ 7000-ഓളം അതിഥികൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ കഴിഞ്ഞ ദിവസം മുതൽ പൂജാ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. 16 മുതൽ തന്നെ ആരംഭിച്ചു. ഇന്നലെയും മിനിഞ്ഞാന്നുമായി വളരെ പ്രധാനപ്പെട്ട പൂജാ ചടങ്ങ് നടന്നത് അത് ഈ ശ്രീകോവിലിൽ രാമലല്ലയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ചടങ്ങുകളാണ്. അത് ഇന്നുകൊണ്ട് പൂർത്തിയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വാസ്തുപരമായി ഓരോ തരത്തിലുള്ള ചടങ്ങുകളുമുണ്ട്. അത് 121ഓളം മുനിമാർ സ്വാമിമാരാണ് നേതൃത്വം നൽകുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും മറ്റും ചെയ്യുന്നത്. അത് അതിവിശിഷ്ടമായ ചടങ്ങാണ്. സരയൂ തീരത്തും ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ അയോധ്യയിൽ പ്രാൺ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും അതിന്റെ പൂർണ്ണ അർത്ഥത്തിലും പൂർണ്ണ തയ്യാറെടുപ്പിലുമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തി, VIPs ഒക്കെ ഇവിടെ എത്തുകയും യോഗിക്കൊപ്പമെത്തി അന്തിമവട്ട വിലയിരുത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയും മറ്റും ചെയ്തിരുന്നു. വലിയ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ അയോധ്യയിലുടനീളം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്രസേനയുടെ വലിയ സാന്നിധ്യം അയോധ്യയിലുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കേന്ദ്രസേനയുടെ സൈബർ സെല്ലുകൾ അടക്കം, സൈബർ വിങ് അടക്കമുള്ള ആളുകൾ ഇവിടെ നേരത്തെ ഇന്നലെ മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നു. വ്യാജ പ്രചരണങ്ങളിൽ ആരും വീഴരുത്, VIP പാസുകൾ ഇഷ്യൂ ചെയ്യുന്നില്ല, ഓൺലൈൻ വഴി പ്രസാദം വിതരണം ചെയ്യുമെന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങളുണ്ട്, അതിൽ നിന്നും ആരും വീഴരുത്. അങ്ങനെ ഉള്ള ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ പൂർണ്ണമായും സൈബർ ആക്രമണങ്ങൾ, സൈബർ വിദ്വേഷ പ്രചാരണങ്ങൾ അടക്കം നിയന്ത്രിക്കത്തക്ക വിധത്തിലുള്ള നിരവധിയായ കാര്യങ്ങൾ കേന്ദ്രസേന ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ മേഖലയിലും വളരെ കൃത്യമായി തന്നെ ഇടപെട്ടുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ അയോധ്യയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. നാളെ ആണ് ഈ ചടങ്ങിന്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ എത്തിച്ചേരുക എന്നുള്ളതും നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അടുത്ത ദിവസം 22 നടക്കുന്ന ചടങ്ങ് അത് പ്രൗഢഗംഭീരമാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഈ രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഒപ്പം UP സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. നാളെ പ്രധാനമന്ത്രി അടക്കം ഇങ്ങോട്ടേക്ക് എത്തും. അപ്പോൾ ഇന്നു മുതൽ തന്നെ അയോധ്യ വലിയ സുരക്ഷയിലാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഒരുപാട് ആളുകൾ ഇതറിയാതെ വരുന്ന നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവർ പലരും സംസാരിക്കുന്നത് ഇവർ ഈ നിയന്ത്രണങ്ങൾ അറിയാതെ വരുന്നവരാണ്.
ദർശനം കിട്ടാതെ തിരിച്ചു പോകുന്നില്ല, അവർ ഇവിടെ തന്നെ താമസിക്കും എന്നുള്ളതാണ്. मनुज शरीरा क्षत्रिय रूप फिर वन वीरा राम सिया राम जय जय राम जैस काम नर सुनहि जगावे सुख संपत्ति नाना विधि पावे राम सिया राम जय जय राम हो राम कथा सुंदर करतारी संशय बिहग उड़ावनिहारी राम सिया राम जय जय राम ओ मांगी नावन के वटवाना कही तुम्हार मरम हम जाना राम सिया राम जय जय राम। तुलसीदास जी कितना बढ़िया लिख गए हैं कि राम का नाम जमुहाई में भी लेंगे। अरे मेरे भाई सिंधे साहब महाराष्ट्र से, ओ राम नाम लई जय जमुहाही नहीं न पाप पुंज समुहाही राम सिया राम जय जय राम ओ सिया राम मैं सब जग जानी करहूं प्रणाम जोरी जुगे पानी. അയോധ്യ ആകെ ഭക്തി സാന്ദ്രമാണ്. അയോധ്യയുടെ ഓരോ വീഥികളും ഭക്തിമയമാണ്. നിരവധി ആളുകൾ ഈ ഇന്നും നാളെയും മറ്റന്നാളും പ്രവേശനം പൊതുജനങ്ങൾക്കില്ല എങ്കിൽ പോലും ഇവിടേക്ക് എത്തും. ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന സ്ഥലം വരെ അതിന് തൊട്ട് മുൻവരെ നിൽക്കും. ഇവിടെ ഇത്തരം ഭജനകൾ പാടി പുറത്തേക്ക് പോകും എന്നുള്ളതാണ്. അങ്ങനെ നിരവധി അനവധി ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തുന്നു. കുറെ കഴിയുമ്പോൾ ഈ ക്രൗഡിന്റെ ഒരു വ്യത്യാസമുണ്ടാകും. അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുന്നവർ ഒരുപക്ഷെ വൈകുന്നേരം വരെ ഇവിടെ നിന്ന് ഇത്തരം ശ്രീരാം ഭജനകൾ പാടിയാകും മടങ്ങിപ്പോവുക. അങ്ങനെ അയോധ്യയിൽ എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിലാണ്. പൂർത്തിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ വളരെ ദ്രുതഗതിയിൽ പൂർത്തിയാക്കുന്നു. അയോധ്യ മുഴുവൻ ഭക്തിമയമാണ്. പൂമാലകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ക്ഷേത്രവും പരിസരവും. ഇവിടുന്ന് ശ്രീരാം പഥ് വരെയുള്ള വീഥികളൊക്കെ ആഘോഷമയമാണ്. അങ്ങനെ അയോധ്യയിൽ വലിയ സംഭവബഹുലമായ കാര്യങ്ങൾക്കാണ് ഇനി 2 ദിവസം ഇന്ന് കഴിഞ്ഞാൽ നാളെ ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. രാജ്യം മുഴുവൻ കാത്തിരുന്ന പ്രാൺ പ്രതിഷ്ഠയ്ക്കായി. അയോധ്യ വാർത്തകൾ തുടരും. രഞ്ജിത്ത് രാമേന്ദ്രനും ഒപ്പം പ്രശാന്ത് മംഗലശ്ശേരിയും ഇവിടെ ഉണ്ടാകും. അയോധ്യയിലെ ഓരോ വികാരവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ തൽക്കാലം ബാക്ക് ടു സ്റ്റുഡിയോ.